ഹാലോങ് ബേ വിയറ്റ്നാമിലെ ഒരു മോസ്റ്റ് പോപ്പുലർ ഡെസ്റ്റിനേഷൻ. ചുണ്ണാമ്പ് മലകളാലും ചുണ്ണാമ്പ് ഗുഹകളാലും ചുറ്റപ്പെട്ട ഹാലോങ് ബേയിലെ ഒരു അതിമനോഹരമായ ഭാഗം. അങ്ങനെ നമ്മൾ വിയറ്റ്നാം ട്രിപ്പിലെ ഡേ 2 ഇവിടെ തുടങ്ങുകയാണ്. ഹാലോങ് ബേയിൽ ഒരു ഡേ ക്രൂസ് ഷിപ്പ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ കാണുന്നതാണ് നമ്മുടെ പിക്കപ്പ് ബസ്. ഹാനോയിലെ നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമ്മളെ പിക്ക് ചെയ്തു. ഹാനോയിന്ന് ഏകദേശം ഒരു 170 കിലോമീറ്റർ ഉണ്ട് ഹാലോങ് ബേയിലേക്ക്. നമ്മൾ ക്ലൂക്ക് ആപ്പ് വഴിയാണ് ഡേ ക്രൂസ് ബുക്ക് ചെയ്തിരുന്നത്. ഇതാണ് നമ്മുടെ ഗൈഡ് മിസ്റ്റർ ബെൻ. Good morning Vietnam, good morning Hanoi, and good morning Ha Long Bay. We are tourists now, stay on the same bus because we booked for the same trip today, Ha Long Bay, with your tour guide, Mr. Ben, the man, your friend. Thank you very much for choosing us in your holiday, and we wish we enjoy the trip and have a good time together. There are some countries where you drive on the left, some country you drive on the right, but in Hanoi we drive in the middle. So welcome two more tourists, VOS, Kolano. You are from? We're from India. India? Yeah. India. Namaste. Yeah, namaste. Namaste. Sometimes tourists say on the boat, Mr. Ben, I forgot my bikini on the bus. Oh no. Mr. Ben, my wallet on the bus. Oh no. So now, please check your belongings carefully. അങ്ങനെ ഒരു 2-2.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ബെന്നിൻ്റെ തള്ളുകളൊക്കെ കേട്ട് നമ്മൾ ഹാലോങ് ബേയിലേക്ക് എത്തിയിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ച് റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് തന്നിരുന്നു. ഏകദേശം 3500 റുപ്പീസ് പെർ പേഴ്സൺ ആകുന്ന പാക്കേജ് ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി, പിന്നെ സൈറ്റ് സീയിങ്, അതുപോലെ ഷിപ്പിൽ ലഞ്ചും ഈവനിങ് സ്നാക്സും അവൈലബിൾ ആയിരുന്നു. സോ നമ്മൾ ബുക്ക് ചെയ്ത ഡേ ക്രൂസിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഡബിൾ ഡെക്കർ ക്രൂസാണ്. 6 hours സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു 1 day ക്രൂസായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ വെൽക്കം ചെയ്ത് അകത്തേക്ക് കയറി സീറ്റിങ്സൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. നമ്മുടെ ടൂർ ഗൈഡ് ബെൻ അവിടെ നിന്ന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു 12-12:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ വൈകാതെ തന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ തുടങ്ങി. ഈ ലഞ്ചും പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. സീ ഫുഡൊക്കെ ഇൻക്ലൂഡ് ആയിട്ട് അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു. നമ്മൾ ഫുഡൊക്കെ എടുത്ത് വന്നിരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ലൈം സ്റ്റോൺസ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നമ്മൾ മെല്ലെ മേലത്തെ ഡെക്കിലേക്ക് കയറി. നല്ല സീനറി ഒക്കെ ആയിരുന്നു. കുറച്ച് നല്ല ഫോട്ടോസൊക്കെ നമ്മൾ അവിടെ നിന്നിട്ട് എടുത്തു. ഇതാണ് ക്രൂസിൻ്റെ ഓപ്പൺ ടെറസ്. ഇവിടെ അത്യാവശ്യം സ്പീഷീസ് ആണ്. ഈവനിങ് ഇവിടെ ഇരുന്ന് സൺസെറ്റ് വ്യൂ ഒക്കെ ഈ മലകളുടെ ഇടയിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തി, ടീ ടോപ്പ് ഐലൻഡ്. ഇവിടെ നമുക്ക് അലോട്ട് ചെയ്തിരുന്ന ടൈം 45 minutes ആയിരുന്നു. സോ ബെന്നിങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ട് ഒരു കൊടിയൊക്കെ പിടിച്ചിട്ട് മുന്നിൽ നടക്കുന്നുണ്ട്. അതായത് നമ്മളെവിടെയും ലോസ്റ്റ് ആയിട്ട് പോകാതിരിക്കാനാണ് ഇങ്ങനെ കൊടി പൊക്കി പിടിച്ചിട്ട് മുന്നിൽ നടക്കുന്നത്. നമ്മളെ നയിച്ചുകൊണ്ട് പോകാൻ ബെൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്ന ആൾക്കാരെന്നൊക്കെ. ഇവിടെ ഇങ്ങനെ ഈ ലൈം സ്റ്റോണിൻ്റെ അടിയിലായിട്ട് കുറേ കടകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ക്ലൈമറ്റാണ് അത്യാവശ്യം ചൂടുണ്ട്. പിന്നെ നമ്മൾ മേലെ ഐലൻഡിൻ്റെ മേലെ പോയിട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കിനും നമ്മൾ ടയേർഡാകും. അപ്പോൾ നമ്മൾ കരിക്കൊക്കെ മേടിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിഫ്രഷ്മെൻറ്റ് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ നടന്നു പോകുമ്പം ഇവിടെ ഒരു സ്റ്റാച്യു വെച്ചിരിക്കുന്ന കാണാം. ഇത് 1962 ഗർമൻ ടിറ്റോവ് ഹാലോങ് ബേ വിസിറ്റ് ചെയ്തതിന് ശേഷം അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഹോച്ചിമിൻ ഈ ഐലൻഡിന് ആ ബഹിരാകാശകൻ്റെ പേരിടുകയായിരുന്നു. പിന്നീട് ആ പേര് വിയറ്റ്നാമീസ് ഭാഷയിൽ ടീ ടോപ്പ് എന്ന് അറിയപ്പെട്ടു. അങ്ങനെ സ്റ്റാച്യുവിനെ പാസ് ചെയ്ത് നമ്മൾ ആ ബീച്ചിൻ്റെ സൈഡിലൂടെ നടന്നു പോകുകയാണ്. പോകുന്ന വഴിയിൽ ഫോറിനേഴ്സൊക്കെ കുറേ സൺബാത്തൊക്കെ ചെയ്യുന്നത് കാണാം.
ഇതൊരു 400 സ്റ്റെപ്സ് വലിഞ്ഞ് കയറാനുണ്ട് മുകളിലേക്ക് എത്താനായിട്ട്. സോ നമ്മൾ പിന്നെ അധികം എനർജി വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി 10 സ്റ്റെപ്പ് കയറി അവിടെ തന്നെ ഇരുന്നു. ഇനി സർപ്രൈസ് കേവ് ഒക്കെ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അവിടെയാണെങ്കിൽ അത്യാവശ്യം ഹൈറ്റ് കയറാനുണ്ട്. സോ നമ്മൾ മേലേക്ക് പോയവർ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പിൽ തന്നെ വിശ്രമിക്കാനിരുന്നു. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയാൽ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്നാൽ ഹാലോങ് ബേൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ കാണാനായിട്ട് കഴിയും എന്നാണ് പോയവർ നമ്മളുടെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കയറിയ 10 സ്റ്റെപ്പ് നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആളുകൾക്ക് സൺബാത്ത് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് അവർ തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ എക്സ്ട്രാ ഡ്രസ്സൊന്നും കരുതാത്തത് കൊണ്ട് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് നിന്നില്ല. ലൈം സ്റ്റോണിൻ്റെ ഒരു ക്ലോസ് വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് അതിങ്ങനെ അടുത്ത് കാണുമ്പോൾ. അങ്ങനെ നമുക്ക് തിരിച്ച് ഷിപ്പിലേക്ക് കയറാനായിട്ട് സമയമായിട്ടുണ്ട്. നമ്മൾ ഷിപ്പ് അവിടെ നിന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. ബെൻ അതിൽ കൂടി നമ്മളെ അന്വേഷിച്ചിട്ട് കോഴിയൊക്കെ പൊക്കി പിടിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചില്ല. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന തിരക്കിലായിപ്പോയി. നമ്മളങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ യാത്ര തുടരുകയാണ്. ദൂരെ ഒരു ലക്ഷൂറിയസ് ക്രൂസ് ഷിപ്പ് നങ്കൂരമിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. ഇതിലെ പാക്കേജിൽ നിന്നും എക്സ്ക്ലൂഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. ലൈക്ക് സ്പീഡ് ബോട്ട്, കയാക്കിംഗ്, ബാംബു ബോട്ട്, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ്. ഇതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. ഇനി നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ സർപ്രൈസ് കേവിലേക്ക് എത്താനായി. മിസ്റ്റർ ബെൻ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാണ്. അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെയുള്ള ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. You have to finish from the beginning until the end because the boat takes us to the start point and then the boat pick up at the finish point. You have to finish 100%, then get back to the boat. Don't go back the same way because if you go back the same way, no boat for you. Then you have to do plenty. അതായത് ബെന്ന് പറയുന്നത് കേവിൻ്റെ എൻട്രിയും എക്സിറ്റും വേറെ വേറെയാണ്. സോ നമ്മൾ പകുതി എത്തി മടുത്തുപോയി തിരിച്ചു വരാമെന്ന് വിചാരിച്ചാൽ ബോട്ട് അവിടെ ഉണ്ടാകില്ല. നമ്മളെ ഇറക്കിയതിന് ശേഷം ബോട്ട് എക്സിറ്റിൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടാവും. സോ പ്രായമായവർ, നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ ബോട്ടിൽ തന്നെ ഇരുന്നോളാമെന്നാണ് പറയുന്നത്. സോ ഇതാണ് സർപ്രൈസ് കേവ് എന്നൊക്കെ അറിയപ്പെടുന്ന സാങ്സോട്ട് കേവ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു അതിമനോഹരമായ കേവാണിത്. 1901 ഫ്രഞ്ചുകാർ കണ്ടുപിടിച്ചതാണെന്ന് പറയപ്പെടുന്നു. നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സ്റ്റെപ്സ് കയറിയിട്ട് വേണം ഈ കേവിൻ്റെ എൻട്രൻസിലേക്ക് എത്താനായിട്ട്. സോ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നാരോ പാത്തിൽ കൂടെയാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത്. ഇതിൻ്റെ എൻട്രൻസ് എന്ന് നോക്കുമ്പോൾ ഇതൊരു ചെറിയ കേവ് പോലെ തോന്നും. ബട്ട് വൺസ് ഉള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹ്യൂജ് കേവാണ്. ഒരു മാസീവ് ഹിഡൻ വേൾഡ് ഇൻസൈഡ് എന്നൊക്കെ പറയുന്ന പോലെ. മുന്നോട്ടേക്ക് നടക്കും തോറും അതിൻ്റെ ഒരു വലുപ്പവും ഭംഗിയൊക്കെ ശരിക്കും മനസ്സിലായി തുടങ്ങും. ഹാലോങ് ബേയിലെ ഏറ്റവും വലിയ കേവാണ് ഈ സൺസോട്ട് കേവ്. ഏകദേശം ഒരു 700 സ്റ്റെപ്സ് ഒക്കെ നടക്കാനുണ്ട് ഇവിടെ. ഈ ഹാലോങ് ബേയിൽ ഏകദേശം 1969 ഐസ്ലെറ്റ്സുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിലൊരു 60 കേവ്സാണ് ഇതുവരെയായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിലേറ്റവും വലുതാണ് ഈ സാങ്സോട്ട് കേവ്. ഇവിടുന്ന് ഇങ്ങനെ കേവിൻ്റെ മേലോട്ടേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഫോർമേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിങ്ങനെ ഒരു അടിപൊളി ഫോർമേഷൻ ആകാനുള്ള കാരണം ഈ ഒരു ലൈം സ്റ്റോൺ വെള്ളത്തിൽ അലിയുന്ന ഒരു സാധനമാണ്. സോ അതുകൊണ്ടാണ് ഇതുപോലുള്ള ഫോർമേഷൻസും കേവ്സും ഒക്കെ ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടുന്ന് ഇവർ നമ്മുടെ ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരെ ഫോട്ടോ കീ ചെയിനിലാക്കിയിട്ട് ആ കീ ചെയിൻ നമുക്ക് ഗിഫ്റ്റായിട്ട് തരും. ആ ഫോട്ടോ ഫ്രെയിമിന് 10,000 VND ആണ്. അത് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവർ ആ കീ ചെയിൻ നമുക്ക് ഫ്രീ ആയിട്ട് തരും. നമ്മളും ഇവിടുന്ന് ഒരു കപ്പിൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടേക്ക് നോക്കിയാൽ ദൂരെ അവിടെ ഒരു പില്ലർ കാണാം. അത് അവർ ലേഡി ബുദ്ധ ആണെന്നാണ് പറയുന്നത്. ഇതുപോലുള്ള ഒരുപാട് രൂപങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇതൊരു ജെയിൻറ്റ് ടോർട്ടോയ്സിൻ്റെ രൂപമാണ്. ഇതൊക്കെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ്. പിന്നെ ഇവിടുത്തെ ലൈറ്റിങ്ങും നമ്മുടെ ഇമാജിനേഷനൊക്കെ ചേരുമ്പോൾ ഈ ഷേപ്സ് ഒക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് തോന്നും. ഇതാണ് സാങ്സോട്ട് കേവിനെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത്. അതുപോലെ എലഫൻറ്റിൻ്റെ രൂപം, പിന്നെ ഒരു ഡ്രാഗണിൻ്റെ രൂപമൊക്കെ നമുക്കിങ്ങനെ കാണാനായിട്ട് കഴിയും.
ഇവിടെയുള്ളത് ലൈം സ്റ്റോൺസ് ആണ്. സോ റെയിൻ ഡ്രോപ്സും പിന്നെ മണ്ണിനടിയിൽ ഒഴുകുന്ന വെള്ളവും അതിലുള്ള മിനറൽസും ഒക്കെ അലിഞ്ഞ് കലർന്നപ്പോൾ ഈ കേവിൽ കുറച്ച് ഹോൾസ് ഒക്കെ ഉണ്ടായി. ഇതൊന്നും തന്നെ ഹ്യൂമൻ മെയ്ഡ് അല്ല, ഒക്കെ ജോഗ്രഫിക്കലി ഫോംഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മളങ്ങനെ ഏകദേശം കേവ് കവർ ചെയ്ത് എക്സിറ്റിലേക്ക് എത്താനായി. നമ്മൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോ കളക്ട് ചെയ്യുന്ന പോയിൻ്റാണിത്. നമ്മൾ പിന്നെ ഫോട്ടോ ഫ്രെയിം വാങ്ങിച്ചില്ല. അവർ 2 കീ ചെയിൻ, നമ്മുടെ ഫോട്ടോസ് വെച്ചിട്ടുള്ള കീ ചെയിൻ നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നു. നമ്മളങ്ങനെ ഏകദേശം 45 മിനിറ്റ് എടുത്ത് ഈ കേവ് എക്സ്പ്ലോർ ചെയ്ത് പുറത്തേക്ക് എത്തി. ഈ ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമ്മൾ വന്ന ക്രൂസും പിന്നെ അതുപോലെ കുറച്ച് ബോട്ടുകളൊക്കെ അവിടേക്ക് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഇനി ഫുൾ സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് വേണം നമ്മൾ നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട്. ഇപ്പോൾ നമ്മൾ തിരിച്ച് താഴെ എത്തി. നമ്മൾ ഇനി ബോട്ടിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഇവിടുന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ ആളുകൾ ഒരു സൈഡിൽ കൂടെ കയറി മറ്റൊരു സൈഡിൽ കൂടി ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാം. തിരിച്ച് നമ്മൾ ക്രൂസിലേക്ക് കയറിയപ്പോഴേക്കും അവർ സൺസെറ്റ് പാർട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ഈവനിങ് സ്നാക്ക് വിത്ത് ജ്യൂസ് അങ്ങനെയൊക്കെ. പിന്നെ ഒരു ട്രഡീഷണൽ വിയറ്റ്നാമീസ് ബാംബൂ മ്യൂസിക് ഷോയും അവർ അറേഞ്ച് ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ വിയറ്റ്നാം ട്രിപ്പിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഹാലോങ് ബേയും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ. ഇവിടെ വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസിന് ക്ലൈമറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. ഞങ്ങൾ പോയെന്ന് വളരെ പ്ലസൻറ്റ് ക്ലൈമറ്റ് തന്നെയായിരുന്നു. അങ്ങനെ നമുക്ക് ഹാലോങ് ബേയോട് ഗുഡ് ബൈ പറയാൻ ടൈമായി. നമ്മൾ തിരിച്ച് കരയിലേക്ക് എത്താനായിട്ടുണ്ട്. വിയറ്റ്നാമിലെ ബാന ഹിൽസിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.